ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോളും PR വിനുവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. വിനു തന്നെയാണ് ഇക്കാര്യം തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പുറം ലോകത്തെ അറിയിച്ചത്. അനുമോളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സമ്മർദ്ദം മൂലം അനുമോളിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പാവമല്ലേ, അനുമോളെ വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകലെന്നില്ലാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ട മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് അനുമോൾ PR വിനുവിനെ ഒഴിവാക്കാനുള്ള കാരണം? നമുക്കിതിൻ്റെ കാര്യകാരണങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഷെഫീന ബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ PR വിനുവിനെയും അനുമോളെയും അറിയുന്ന ഒരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അനു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു. വിനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിനെയും കണ്ടപ്പോ വിനു പറഞ്ഞു, ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്രേ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു. അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല, അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക്. അതായത് ഇത്തവണ ബിഗ് ബോസ് അവസാനിച്ച സമയത്ത് ഇത്തവണ ബിഗ് ബോസിൽ പങ്കെടുത്ത മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ ബിന്നി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് അനുമോളുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ബിന്നിയെ മോശക്കാരിയാക്കാനും ഡോക്ടർ ബിന്നിയെ സൈബർ അറ്റാക്ക് ചെയ്യാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഡോക്ടർ ബിന്നി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഗ്രൂപ്പിലുള്ള ആരോ ഡോക്ടർ ബിന്നിക്ക് ചോർത്തി കൊടുത്തതാണ്. ആ സ്ക്രീൻഷോട്ട് വെച്ച് അനുമോളുടെ PR ടീമിനെതിരെ ഡോക്ടർ ബിന്നി അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അനുമോളുടെ PR ടീം, ഇവർ മറ്റുള്ളവരുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഡോക്ടർ ബിന്നി അന്ന് സംസാരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് മൈൽ സ്റ്റോണിൻ്റെ ഒരു പ്രോഗ്രാമിന് ബിന്നി പോയ സമയത്ത് അവിടെ വെച്ച് അനുമോളുടെ PR ഹെഡായിരുന്ന വിനു ഒരു ക്ലാരിഫിക്കേഷൻ അങ്ങ് കൊടുത്ത്, ഒരിക്കലും ഞാൻ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനെ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം വെച്ച് കളിക്കാറില്ല, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സൈബർ അറ്റാക്കും ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ ബിന്നിയോട് വിനു ഇങ്ങനെ പറയുന്ന സമയത്ത് ബിന്നിയുടെ ഭർത്താവായിട്ടുള്ള നൂബിനും ബിന്നിയുടെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോ ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട്, നൂബിന്റെ ഒക്കെ ഫ്രണ്ടാണ്, അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആളെ വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ അനുവിനും അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമായി. കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ഇതായിട്ട് ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അനുവിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. അവരറിയാത്തൊരു കാര്യം വിനു എന്തിനിങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമായി. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു. അതിൽ അവർ തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു, നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു, വാട്സാപ്പിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തു എന്നാണ് അനു പറഞ്ഞത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസിലെ ഡോക്ടർ ബിന്നി അടക്കം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരിക്കലും PR വിനു അടക്കമുള്ള ടീമേ അല്ല, അനുമോളുടെ സഹോദരി അഡ്മിൻ ആയിട്ടുള്ള ഏതോ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് എന്നുള്ള രീതിയിൽ വിനു ബിന്നിയോട് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് കേട്ട ബിന്നിയുടെ ഭർത്താവ് അനുമോളുടെ സഹോദരിയുടെ ഭർത്താവിനെ വിളിച്ച് കാര്യം പറയുന്നു. ഇക്കാര്യം അനുമോളുടെ ചെവിയിലെത്തുന്നു. സ്വന്തം സഹോദരിയെ മോശം പറഞ്ഞ ഒരുത്തൻ എന്നുള്ള രീതിയിൽ വിനുവിനെ അനുമോൾ വാട്സപ്പിലും ബ്ലോക്ക് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും അൺഫോളോ ചെയ്യുന്നു. എന്തായാലും ഡോക്ടർ ബിന്നിക്ക് കിട്ടിയതെല്ലാം ഡോക്ടർ ബിന്നി അനുമോൾക്ക് പലിശ സഹിതം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ല. എന്തായാലും ഇതിനെല്ലാം ശേഷം ഈ പറയുന്ന PR വിനു ഷെഫീന ബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വോയിസ് ക്ലിപ്പ് ഷെഫീന ബീബി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽ സ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു, അവരോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല, ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ലാന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല,
അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അവിടെ നെവിൻ ഉണ്ടായിരുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് പറ്റിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പുറത്താക്കി. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു വിനുവിന് ഈ കാര്യങ്ങൾക്കൊക്കെ പോയി ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ? യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. മിണ്ടാതങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പോയി ഉള്ള ബന്ധം കൂടി കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ തൃപ്തിയായില്ലേ PR വിനുവിന്? നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം. അനുമോളുടെ ചേച്ചിയൊന്നും പറയുന്നില്ല. അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ, കാരണം 2 വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോളുടെ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും, എന്നോട് ചോദിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനുമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് വീഡിയോ എസ്കേപ്പ് ആയി. അപ്പൊ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു, അനുമോളുടെ ചേച്ചിയുടെ തലയിൽ കിട്ടും. ഞാനിത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ അലിഗേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സാധനം പറഞ്ഞിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ അനുമോൾ അങ്ങനെ ഒരു അലിഗേഷൻ ഇടുന്നത് സ്വാഭാവികം. അതിനിവിടിപ്പം അനുമോളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. സ്വന്തം ചേച്ചിയെ തന്നോട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പം സ്വാഭാവികമായിട്ടും അനിയത്തി എന്ന നിലയിൽ സ്വന്തം ചേച്ചി പറയുന്നതല്ലേ വിശ്വസിക്കൂ. അറ്റ് ദ എൻഡ് സ്വന്തം ഫാമിലിയാണല്ലോ എല്ലാവർക്കും വലുത്. പ്രത്യേകിച്ച് പിന്നെ അനുമോളെ പോലെയുള്ള ഒരാൾക്ക് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണാണ് എന്നാണ് അനുമോൾ എപ്പോഴും പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ PR വിനുവിനേക്കാളും അനുമോൾക്ക് വിശ്വാസം സ്വന്തം സഹോദരിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വന്തം സഹോദരി അനുമോളെ ഒരു ദിവസം വിളിച്ച് പറയുകയാണ്, PR വിനു എന്നെ പറ്റി പലയിടത്തും മോശമായി പറഞ്ഞു നടക്കുന്നു, അവനെ അങ്ങ് ഒഴിവാക്കിയതേ എന്ന് സ്വന്തം സഹോദരി തന്നെ പറഞ്ഞാണെങ്കിൽ അവൻ എത്ര കടപ്പാടുള്ളവനാണെങ്കിലും അനുമോൾ അവനെ ഒഴിവാക്കിയിരിക്കും. ഇനിയെങ്കിലും അനുമോളുടെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കാതെ സ്വന്തം കാര്യം നോക്കി പോകാൻ നോക്ക്. ഇനിയെങ്കിലും അടുത്ത കൊല്ലം ഒരു കണ്ടസ്റ്റൻസിന്റെ PR വർക്ക് എടുക്കുന്ന സമയത്ത് നല്ല മാന്യമായ രീതിയിൽ PR വർക്ക് ചെയ്യുക. അതിനുള്ള ഒരു തിരിച്ചറിവാകട്ടെ ഈ ഒരു സംഭവം. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.